ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പത്തിരിയും ചിക്കൻ കറിയുടെയും വീഡിയോയുമായാണ്. അപ്പോൾ എങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് അരിപ്പൊടി വെച്ചാണ്. അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം തിളക്കാൻ വെക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. തീ നല്ലോണം കുറച്ച് വെച്ച ശേഷം നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഒന്ന് ആവി പോയ ശേഷം നല്ലവണ്ണം കുഴച്ചെടുക്കുക. 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കുഴച്ചെടുക്കണം. എന്നാലേ മാവ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. എന്നാലേ നമ്മുടെ പത്തിരിക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ മാവൊക്കെ നല്ലോണം കുഴഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബോൾസാക്കി എടുക്കാം. പ്രസ്സിൽ പരത്തിയ ശേഷം പലകയിൽ വെച്ച് ഞാൻ പരത്തി കൊടുക്കും. എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന പത്തിരിയാണ് ഇഷ്ടം. പ്രസ്സിൽ ഉണ്ടാക്കുന്ന പത്തിരി എനിക്കിഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പലകയിൽ വെച്ച് പരത്തിയെടുക്കും. പ്രസ്സിൽ പരത്തുമ്പോൾ എണ്ണയ്ക്കും തേച്ച് കൊടുത്താൽ അത് ചുട്ടെടുക്കുമ്പോൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പരത്തി കൊടുത്താൽ നല്ല പൊങ്ങി വരും ചെയ്യും. നല്ല സോഫ്റ്റ് പത്തിരിയായി കിട്ടും. ഇപ്പോൾ ദേ നമ്മുടെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് 4 കറാമ്പൂവ്, 4 ഏലക്കായ, ഒരു പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുത്ത് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയ ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം വഴന്നു വന്ന ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് മിക്സാക്കുക. ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിട്ട ശേഷം നമ്മുടെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഒരു ചെറിയ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.